ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു ഡിസ്കൗണ്ട് സെയിലുമായിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ആയിട്ടുള്ള ചന്തേരി സിൽക്ക് സാരീസാണ്. നമ്മൾ കുറേ നാളായാലും ഹാൻഡ് എംബ്രോയ്ഡറി സാരീസ് കാണുന്നത്. ഇന്ന് നമ്മൾ ചന്തേരി സിൽക്ക് ഒരു പാർട്ടി വെയർ, പ്യോർലി പാർട്ടി വെയർ സാരീസാണ് കാണിക്കുന്നത്. ഹെവി എംബ്രോയ്ഡർഡ് സാരീസാണ്. 2 ബോർഡറിലും നിറച്ചും ബോഡി പോർഷനും വർക്ക് വരുന്ന സാരീസ് വിത്ത് ബ്ലൗസ് പീസ് എംബ്രോയ്ഡർഡ് ആയിട്ടുള്ള സാരീസാണ് നമ്മൾ കാണുന്നത്. എല്ലാം തന്നെ വളരെ ബഡ്ജറ്റിൽ വരുന്ന സാരീസാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അതല്ല, ഈ കളർ നമുക്കിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളേഴ്സിൽ ഈ സെയിം എംബ്രോയ്ഡറി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്കൊരു 30 to 50 days ആണ് നമ്മൾ ചോദിക്കുന്നത് അത് റീക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്താണ് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അതാണെങ്കിലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് പറയുക. അപ്പോൾ നമുക്ക് ഓരോ സാരീസായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ സാരി ഇതാണ്. പർപ്പിൾ ഷെയ്ഡിനകത്ത് വൈറ്റ് കളർ ത്രെഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഇത് മെഷീൻ എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ എംബ്രോയ്ഡറി ആണ്. നല്ല പ്യോർ വൈറ്റ് ത്രെഡ്, സിൽക്ക് സാറ്റിൻ ത്രെഡും കൊണ്ട് ചെയ്തിരിക്കുന്ന മെഷീൻ എംബ്രോയ്ഡറി ആണ്. നല്ല ഫ്ലവർ പാറ്റേൺസ്, ബോർഡറിൻ്റെ സൈഡ്സ് എഡ്ജസൊക്കെ ഇങ്ങനെ വേവി, ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്ന ആ ഒരു ടൈപ്പ് എംബ്രോയ്ഡറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുൾ ബോർഡർ എൻ്റെ സാരിയുടെ 2 സൈഡ്സും 2 ബോർഡറും ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. മുന്താണി ഇതുപോലെയാണ് വരുന്നത്. ഹെവി എംബ്രോയ്ഡറി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു പർപ്പിൾ ഷെയ്ഡ് കളറാണ് സാരി. വീഡിയോയിൽ അത്ര കറക്റ്റ് ഷെയ്ഡ് കിട്ടുന്നില്ല. പേർപ്പിളാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത്. ഫുൾ സാരിയും ഇതുപോലെ ബോർഡർ ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. മെറ്റീരിയൽ ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ. അതിൻ്റെ അകത്താണ് ഈ വൈറ്റ് കളർ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് ഇതുപോലെ ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഈ ചന്തേരി സിൽക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ. നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് ഉടുക്കാൻ പറ്റും. ലൈറ്റ് വെയ്റ്റ് ആണ്, ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്. മെയിൻ്റെനൻസ് ആണെങ്കിലും അധികം ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വളരെ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വിഷു, ഈസ്റ്റർ ഒക്കെ ആ സീസണിലൊക്കെ കല്യാണങ്ങൾ, ഹൗസ് വാമിങ് അങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ ഒത്തിരി ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഫങ്ഷനൊക്കെ നമുക്ക് ഉടുക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള സാരിയാണ്. അത് പ്ലീറ്റ് ചെയ്ത് ഇട്ടാലും അഴിച്ചിട്ടാലും നല്ല രീതിയിൽ 2 സൈഡും ബോർഡർ വർക്ക് ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയിൽ വരുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു സാരി റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2199 ആണ് ഇതിൻ്റെ റേറ്റ്. വിത്ത് ബ്ലൗസ് പീസ്, ഹെവിലി എംബ്രോയ്ഡർഡ് സാരിയാണ്. പാറ്റേൺ വൈറ്റ് കളർ എംബ്രോയ്ഡറി തന്നെയാണ് ഈ സാരിയും. കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതൊരു റോയൽ ബ്ലൂ കളർ സാരിയുടെ അകത്ത് വൈറ്റ് കളർ ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ബോർഡർ ഇതുവരെ വർക്ക് ചെയ്ത് പോകുന്നു. ഫുൾ ബോർഡർ ഇതുവരെ തന്നെ വർക്കാണ്. 5.5 മീറ്റർ ഇതുവരെ തന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. 2 സൈഡിലും ഇതുവരെ തന്നെ വർക്ക് ഉണ്ട്. നല്ല ക്ലോസപ്പ്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ മെഷീൻ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. വൈറ്റ് കളർ ത്രെഡും കൊണ്ട്, അത് സാധാ കോട്ടൺ ത്രെഡ് അല്ല, സിൽക്ക് ഫിനിഷുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സൈഡ്സ് എല്ലാം ഇതുപോലെ സ്കാലപ്പ് പോലെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസ് പീസിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ വർക്ക്. ഇതാണ് ബ്ലൗസിൻ്റെ. ഇത് ചന്തേരി സിൽക്ക് മെറ്റീരിയലാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. സെയിം റേറ്റ് ആണ്. 2199 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇപ്പോൾ നിലവിൽ ഈ 2 കളർ ഷീറ്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സാരി ഒരു തത്തമ്മ പച്ച പാരറ്റ് ഗ്രീൻ ചന്തേരി സിൽക്ക് സാരിയുടെ അകത്ത് പിങ്ക് കളർ ത്രെഡും കൊണ്ട് മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. മുന്താണി എന്നല്ല, ഈ ഫുൾ സാരിയുടെ ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ വർക്കാണ് ഈ സാരിയിൽ. പിങ്ക് കളർ ത്രെഡും കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്, മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. നമുക്ക് സൂം ചെയ്തൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. ഇതും വിത്ത് ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഫുൾ സാരിയിൽ ഫ്ലോറൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. പ്ലീറ്റ്സിൻ്റെ അവിടെ അങ്ങോട്ടേക്ക് വരുമ്പം മാത്രം വർക്കിൻ്റെ ഫുൾ ബോഡിയിൽ എന്ന് വെച്ചാൽ ഫുൾ ലെങ്ത് ഇല്ല, ഉള്ളിലോട്ട് പോകുന്ന പോർഷനിലോട്ട് വർക്ക് ഇല്ലാണ്ട് ഹാഫ് വേയിലാണ് നമ്മുടെ വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ഫുൾ സാരിയിൽ പോകുന്നത്. ഇത് ബോട്ടം പ്ലീറ്റ്സിൻ്റെ ആ ഒരു പോർഷനിൽ വരുമ്പം മേലിലോട്ട് പോകുന്ന പോർഷനിൽ വർക്കില്ല. ഒരു ഇത്തിരി പോർഷനേ ഉള്ളൂ, ആ ഒരു പോർഷനിൽ വർക്കില്ല. ബാക്കി എൻ്റെ പോർഷനിൽ ഇതുവരെ വർക്ക് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഫുൾ സാരിയിലും
അതുവരെ മെഷീൻ എംബ്രോയ്ഡറി ചെയ്ത പാറ്റേൺ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതും ഹെവി എംബ്രോയ്ഡറി തന്നെയാണ് ഈ സാരിയിലും ചെയ്തിരിക്കുന്നത്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. സെയിം കളർ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൽ ഇതുപോലെ ഡിസൈനിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും ചന്തേരി സിൽക്കാണ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പാർട്ടി വെയർ സാരിയാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 2199 ആണ്. 2199 ആണ് ഇതിൻ്റെയും റേറ്റ്. ഇതാണ് അടുത്ത സാരി. ഇത് ബാംഗ്ലൂർ സിൽക്ക് സാരിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ വൈറ്റ് ത്രെഡും കൊണ്ട് കാന്താ വർക്കാണ് ഫുള്ളും ചെയ്തിരിക്കുന്നത്. നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതിൻ്റെ മുന്താണിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മുന്താണിയുടെ താഴത്തെ പോർഷനിൽ ഇതുപോലത്തെ മോട്ടീവ്സ് 5 ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല ഫുൾ ഹെവി വർക്കാണ് കാന്താ വർക്കിൻ്റെ. ഇതുപോലെ നല്ല വൈറ്റ് ത്രെഡും കൊണ്ട് ഫുൾ ഫിനിഷോടെയാണ് നല്ല ഫിനിഷിങ്ങുമാണ് കാന്താ വർക്കിന്. നല്ല രീതിയിൽ ഹെവി വർക്ക് നമ്മൾ ബാംഗ്ലൂർ സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. നേവി ബ്ലൂ കളർ സാരിയിൽ നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണി വന്നിരിക്കുന്നത്. മുന്താണി കഴിഞ്ഞിട്ട് ബോഡി പോർഷനിലോട്ട് വരുമ്പോൾ പിന്നെ ഇങ്ങനെ ലൈൻസ് ആയിട്ടാണ് വർക്ക് വരുന്നത്. ഇതുപോലെയാണ് വർക്ക്. പിന്നെ ബോഡി പോർഷനിൽ ഇതുപോലെയാണ് ലൈൻസ് ആയിട്ട് ഫ്ലോറൽ പ്രിൻറ്റ്. 2 ബോർഡറിലും ഇതുവരെ ബോർഡറായിട്ട് 2 സൈഡിലും അതുപോലെ നടുക്കേ കൂടെ ഇതുപോലത്തെ ഫ്ലോറൽ ഡിസൈനിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പോർഷനിൽ വരുന്ന വർക്ക്. ബോഡി പോർഷനിൽ അങ്ങനെ ഇതുപോലെ വർക്ക് വരും. അത് കഴിഞ്ഞിട്ട് ബോട്ടം പ്ലീറ്റ്സിലോട്ടാവുമ്പോൾ ഇങ്ങനത്തെ മോട്ടീവ്സ് സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. അത് ഇങ്ങനെയാണ് പോകുന്നത്. മേല് വരെ വർക്ക് ഉണ്ട്. താഴെ ഇതുപോലെ ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ പടിയിൽ ഇതുപോലെ കാന്താ വർക്ക് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. നേവി ബ്ലൂ സാരിയിൽ വൈറ്റ് കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ തന്നെ സൂട്ട് ആവുന്നുണ്ട്. നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇതിൻ്റെ അകത്ത് ആക്സസറീസ് ഒക്കെ ഇട്ട് നമ്മൾ പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കല്യാണത്തിനൊക്കെ ഉടുക്കാവുന്ന രീതിയിലുള്ള സാരിയാണ്. മെറ്റീരിയൽ ബാംഗ്ലൂർ സിൽക്കാണ് മെറ്റീരിയൽ. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2099 ആണ്. എന്ന് വെച്ചാൽ 2099 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അടുത്ത സാരി വൈറ്റ് ബാംഗ്ലൂർ സിൽക്കിൻ്റെ അകത്ത് ബ്ലാക്ക് ആൻഡ് ലൈറ്റ് കളർ ഷെയ്ഡ്, ആഷ് കളർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ്. ഇതും കാന്താ വർക്കാണ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. അതിൻ്റെ അകത്ത് കളറ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അകത്ത് വൈറ്റ് ആണ് സാരിയുടെ, പ്യുവർ വൈറ്റ് ആണ് സാരിയുടെ കളറ്. അതിൻ്റെ അകത്ത് വൈറ്റ് ആൻഡ് ഒരു ഗ്രേ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് എംബ്രോയ്ഡറി ചെയ്യാൻ. ഇങ്ങനത്തെ 5 മോട്ടീവ്സാണ് മുന്താണിയുടെ ഏറ്റവും താഴത്തെ പോർഷൻ. പിന്നെ ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഒരു ബോർഡർ കൊടുത്ത് അങ്ങനെ അതിൻ്റെ ഉള്ളിലാണ് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് മുന്താണി വരുന്നത്. നല്ല ഹെവി വർക്കാണ് ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ മോട്ടീവ്സാണ് എല്ലാം. നല്ല പക്ക രീതിയിലാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതാണ് മുന്താണിയിലുള്ള ഡിസൈനിങ്. അത് കഴിഞ്ഞിട്ട് ബോഡി പോർഷനാണ്. ബോഡി പോർഷനിൽ നമ്മൾ ഇതുപോലത്തെ ലൈൻസ് ആയിട്ട് മറ്റു സാരിയിൽ കണ്ടുപോലെ തന്നെ 2 ബോർഡറിൽ 2 സൈഡിലും വർക്ക് ഉണ്ട്. നടുക്കേ കൂടെ ഇതോടെ ഫ്ലോറൽ പാറ്റേൺ ഇങ്ങനെ ലൈൻ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് ബോഡി പോർഷനിൽ വരുന്നത്. ബോഡി പോർഷനിലൊക്കെ ഇതുപോലെ ലൈൻസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ബോട്ടം പ്ലീറ്റ്സിലോട്ട് വരുമ്പം നേരത്തെ കണ്ടുപോലത്തെ ഈ ലൈൻസ് മാറിയിട്ട് സിംഗിൾ മോട്ടീവ്സ് ആയിട്ട് മാറും. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സാണ് ബോട്ടം പ്ലീറ്റ്സിൻ്റെ അവിടെ വരുന്നത്. ഇതുപോലത്തെ മോട്ടീവ്സ് ആയിരിക്കും. കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് സ്കാറ്റർ ചെയ്ത് ഇതുപോലെ ഒരു ബോർഡർ താഴെ കൊടുത്തിട്ടുണ്ടാകും. ഇതുപോലെയാണ് സാരി വരുന്നത്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ഈ ഒരു ബോർഡറാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നത്. ഈ ഒരു ബോർഡർ പോർഷനാണ്. അപ്പോൾ എല്ലാവരും സാരീസ് എല്ലാം കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇത്രയും ഹെവി എംബ്രോയ്ഡറി ചെയ്ത സാരീസ് ഇത്ര ബജറ്റിൽ വരുന്നത് എങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ നേരത്തെ ആദ്യം പറഞ്ഞവർ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറിൽ ഇതുപോലത്തെ സെയിം എംബ്രോയ്ഡറി ചെയ്ത് വേണം എന്നുണ്ടെങ്കിൽ പറയുക. അതല്ല ഈ സാരിയിൽ ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതാണെങ്കിൽ താഴെ കണ്ടു വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് പറയാം. അപ്പം വീണ്ടും ഞാൻ എടുത്ത് പറയാനെന്ന് വെച്ചാൽ ലിമിറ്റഡ് പീസസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം വേറൊരു പുതിയ സ്റ്റോക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.